വെൽക്കം ബാക്ക്. ഷിയാബ്സ് അക്കാഡമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടാലി. എല്ലാവരും പറഞ്ഞിരുന്നു, കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു ബാങ്ക് റെക്കൺസിലേഷൻ അതുപോലെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ കൂടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത്. ടാലി പ്രൈം എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇന്ന് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ടാലി ERP9 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അറിയാമല്ലോ. ആ ടാലി ERP9 ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൂടാതെ തന്നെ പ്രൈമിലും ചെയ്യുന്നതുണ്ട്. രണ്ടിലും സ്ക്രീനിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഏതൊക്കെയാലും രണ്ടിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ എന്താണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഫേമിന് ഒരുപാട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വരുന്നതാണ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ചെക്ക് റിസീവ് ചെയ്യുന്നു, അതുകൂടാതെ തന്നെ സപ്ലൈസിന് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു, ബാങ്ക് ചാർജസ് ഉണ്ടാവും, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. നമ്മുടെ 4ാമത്തെ എപ്പിസോഡിൽ ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഓർക്കുന്നുണ്ടോ? ഒരു 9 ട്രാൻസാക്ഷനൊക്കെ ബാങ്കുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. അതൊക്കെ ഒന്നുകൂടെ മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെയൊക്കെ റിവൈസ് ചെയ്യുക. അപ്പം എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് നമുക്ക് തരിക. എങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് വീഡിയോകൾ ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാലും നിങ്ങളൊരു ഫേമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബാങ്ക് റെക്കൺസിലേഷൻ ഞാൻ പറഞ്ഞല്ലോ, ബാങ്കുമായിട്ട് കുറേ ട്രാൻസാക്ഷൻസ് വരും. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യും, ചെക്ക് റിസീവ് ചെയ്യും. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു ഡേറ്റിലിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അന്ന് ആ ഡേറ്റിൽ തന്നെ ബാങ്കിൽ നിന്ന് ക്ലിയർ ആകണമെന്നില്ല. അതുമായി ഒരു 90 ഡേയ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സമയത്ത് ആ ചെക്ക് ക്ലിയർ ചെയ്താൽ മതി, ഇല്ലേ? അപ്പോൾ അങ്ങനെ എന്നാണോ ബാങ്കിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നത് ആ ഡേറ്റ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ടാലി ആകത്തുള്ളൂ. നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ടാലി ആകത്തുള്ളൂ. നമ്മളെപ്പോഴും പാസ്ബുക്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പതിച്ചു വാങ്ങും. എന്തിനു വേണ്ടിയാണ്? ഇതുപോലെ ഡേറ്റുകളൊക്കെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് ഓരോ ചെക്കും ഇഷ്യൂ ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ ക്ലിയർ ആയിട്ടുണ്ടോ, ഇനി കിട്ടാനുണ്ടോ, ബൗൺസ് ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻസ് ഒരു പ്രാക്ടിക്കൽ റെക്കോർഡോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് അറിയാം, ക്യാഷ് ടു ക്യാപിറ്റൽ എന്നാണ്. അത് റെസിപ്റ്റ് വൗച്ചർ F6 എന്നുള്ള റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് HDFC 50,000, അത് HDFC ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ഇപ്പം ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻട്രിയാണ്. അത് നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ പഠിച്ചപ്പം പറഞ്ഞതാണ്. F4 കോൺട്രാ വൗച്ചറിലാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ പെയ്ഡ് ബൈ ചെക്ക് നമ്പർ പറയുന്നുണ്ട് ഇവിടെ. അതുകൂടാതെ എമൗണ്ട് പറയുന്നുണ്ട്, ഡേറ്റ് എന്നാണെന്നും പറയുന്നുണ്ട്. 2-ാം തീയതിയാണ് ഈ പർച്ചേസ് ഫർണിച്ചർ വാങ്ങുന്നത്. എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ടു HDFC, എമൗണ്ട് 12,000. F5 പേയ്മെൻറ്റ് വൗച്ചറിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ബാങ്ക് ചാർജസ് പെയ്ഡ്, നമ്മൾക്ക് ബാങ്ക് ചാർജസ് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ടു ബാങ്ക് HDFC, അതും F5ലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ബാങ്ക് റെക്കൺസിലേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു ടാലി പ്രൈമിൽ. നമ്മൾ അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് ഡയറക്റ്റ് പോവുക. അക്കൗണ്ടിങ് വൗച്ചറൊന്നും ഇൻവെൻട്രി വൗച്ചറൊന്നും ഒന്നുമില്ല, ജസ്റ്റ് വൗച്ചറൊന്ന് മാത്രമേ ഉള്ളൂ. വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ എൻട്രി മോഡിലാണ് കിട്ടിയേക്കുന്നത്. അപ്പം ടാലി പ്രൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്, സിംഗിൾ എൻട്രി മോഡിലായിരിക്കും ആദ്യം വരുന്നത്. നമുക്കിവിടെ ചേഞ്ച് മോഡുണ്ട്, കണ്ടോ? വലത്തേ സൈഡിൽ ചേഞ്ച് മോഡുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റണോ, സിംഗിൾ എൻട്രി മോഡിലേക്ക് മാറ്റണോ എന്നുള്ളതുണ്ട്. ഞാൻ ഡബിൾ എൻട്രി മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ എൻട്രി ക്യാഷ് ടു ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഓൾറെഡി ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെ ഉണ്ട്. ക്യാപിറ്റൽ ഞാൻ 1 lakh, ക്യാപിറ്റൽ 1 lakh എന്നുള്ള എമൗണ്ട് ഞാൻ കൊടുക്കുവാണ്. ഓൾറെഡി ഈ ഒരു വൗച്ചർ ചെയ്തിട്ടിട്ടുണ്ട്. നോക്കിയേ, ക്യാഷ് ടു ക്യാപിറ്റൽ കണ്ടോ, ഇതിൽ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഏതൊക്കെല്ലാം ഡിലീറ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ. ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിസ്പ്ലേ ഡേ ബുക്കിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്തു. നേരെ അക്കൗണ്ടിങ് വൗച്ചറിൽ വന്നു. ഞാൻ റെസിപ്റ്റ് എടുത്തു. F6 റെസിപ്റ്റ്, ക്യാപിറ്റൽ 1 lakh. ഡെബിറ്റ് ക്യാഷ് വന്നു, അക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത്തത് നമ്മുടെ ജേണൽ എൻട്രി എന്തായിരുന്നു? HDFC ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നായിരുന്നു, അല്ലേ?
അപ്പം F4 കോൺട്രാ, ക്രെഡിറ്റ് ക്യാഷ് 50,000 HDFC ബാങ്ക്. അവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡിനോമിനേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഡിനോമിനേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുക. ഏത് ബാങ്കിൻ്റെയാണ് ചെക്കോ വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, സേവ് ചെയ്യുക. അടുത്തത് പേയ്മെൻറ്റ് വൗച്ചറിൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഫർണിച്ചർ എത്രയായിരുന്നു? ഫർണിച്ചറിൻ്റെ എമൗണ്ട് 12,000 ആയിരുന്നു, 12,000. ആ 12,000 നമ്മൾ എൻറ്റർ ചെയ്തു. HDFC ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് റെക്കൺസിലിയേഷൻ അല്ലെങ്കിൽ ബാങ്ക് അലോക്കേഷൻ ഫോർ HDFC. ഇവിടെ ട്രാൻസാക്ഷൻ ടൈപ്പ് എന്താണ്? ചെക്ക് പേയ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തത് അല്ലേ? ആ ചെക്ക് പേയ്മെൻറ്റിൻ്റെ അവിടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, ഇൻസ്ട്രുമെൻ്റ് നമ്പർ. അവിടെ നമ്മൾ ആ ചെക്ക് നമ്പർ 00912 എന്നുള്ളത് കൊടുത്തു. ദെൻ ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ് 2-ാം തീയതിയാണ് ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ് പറഞ്ഞത്, നമ്മൾ മാറ്റിയിട്ടില്ലായിരുന്നു. F2 ചേഞ്ച് ഡേറ്റ് ആക്കി. ദെൻ എൻറ്റർ ചെയ്തു. ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ് 2nd April എന്നാക്കി നമ്മൾ സേവ് ചെയ്തു. അടുത്തത് നമ്മുടെ എന്തായിരുന്നു? ഒരു ബാങ്ക് ചാർജസ് പേയ്മെൻ്റ് ആയിരുന്നു അല്ലേ? നമ്മൾ പേയ്മെൻ്റ് ആക്കി സെലക്ട് ചെയ്തു. ബാങ്ക് ചാർജസ് 230 HDFC ബാങ്ക്. ഇതിന് ബാക്കിയുള്ള ഇൻസ്ട്രുമെൻ്റ് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നമ്മൾ അതും സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 760. എൻട്രി HDFC ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് 760 ആണ്. അടുത്ത പർച്ചേസ്ഡ് മെഷീനറി പെയ്ഡ് ബൈ ചെക്ക് നമ്പർ പറയുന്നുണ്ട് 00913 10,000 ആണ്. എൻട്രി മെഷീനറി അക്കൗണ്ട് ടു HDFC 10,000. സാലറി പെയ്ഡ് പറയുന്നുണ്ട്, സാലറി പെയ്ഡ് ബൈ ചെക്ക് നമ്പർ പറയുന്നുണ്ട് 00915 10,000 ആണ്. സാലറി അക്കൗണ്ട് ടു HDFC ബാങ്ക്. അപ്പോൾ ഈ ഒരു 3 ട്രാൻസാക്ഷൻ കൂടെ നമുക്ക് റെക്കോർഡ്. ഒന്ന് റെസിപ്റ്റ് ആണ്, F6. ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്തു 760 HDFC. ഇവിടെ ചെക്കാണോ DD ആണോ എന്നൊക്കെ ചോദിക്കാം. നമുക്ക് എന്ത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇവിടെ ഒന്ന് സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ട് ട്രാൻസ്ഫർ ആണോ അതേഴ്സ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ കാണാം. ഷോ മോർ കൊടുത്തു കഴിഞ്ഞാൽ ATM ആണോ, കാർഡാണോ, ക്യാഷ് ആണോ, ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസ്ഫർ ആണോ എന്നൊക്കെ ഉള്ളത് ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മളിപ്പോൾ അതേഴ്സ് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു, നേരെ സേവ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് മെഷീനറി ആണ്, FI പേയ്മെൻറ്റ്. മെഷീനറി 10,000 HDFC ബാങ്കാണ്. അവിടെ ചെക്ക് ചോദിക്കുന്നുണ്ട്. ഇതേപോലെ ഈ ഫണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ ഈ ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ചെയ്താൽ മതി. നമുക്കിവിടെ ചെക്ക് തന്നെ കൊടുത്തേക്കുന്നുണ്ട് 913 കൊടുത്തു. അടുത്ത സാലറിയാണ്. സാലറി FI തന്നെ സാലറി സെലക്ട് ചെയ്യുന്നു. സാലറിയും 10,000 HDFC. അവിടെയും ചെക്ക് നമ്പർ ഉണ്ട് 00915. ഓക്കെ, നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗേറ്റ് ബി ഓഫ് ടാലി വരുന്നു. ഗേറ്റ് ബി ഓഫ് ടാലിയിൽ വന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്തൊക്കെയാണ് ബാങ്ക് ചാർജസ്, സാലറി, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കാണാം. ഇത് നമ്മളുടെ ഒരു ചേഞ്ച് വ്യൂ ഉണ്ട്. ചേഞ്ച് വ്യൂവിലേക്ക് പോയി നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ ഹൊറിസോണ്ടൽ വേണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ കാണാം, സാധാരണ രീതിയിൽ കാണാം. ഇനിയും ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ. ഇങ്ങനെയാണ് നമുക്കിതിനകത്ത് ടാലിയുടെ ഒരു പ്രത്യേകത. റിപ്പോർട്ടുകളിലെല്ലാം നമുക്ക് ചേഞ്ച് വ്യൂ, ബേസിക് വാല്യൂ, എക്സെപ്ഷൻ റിപ്പോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അക്കൗണ്ട് ബുക്കിലേക്ക് പോകാം. അക്കൗണ്ട് ബുക്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക് ഉണ്ട്. ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്കിൽ HDFC ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിലെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും കാണാം. ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റിൽ വന്നിട്ടുള്ള എമൗണ്ടുകളും അതേപോലെ ബാങ്കിൽ നിന്ന് പോയിട്ടുള്ള എമൗണ്ടുകളും കാണാം. നമ്മളിത് റിസീവ് ചെയ്തതും ഇത് പേ ചെയ്തതും. അപ്പം നമുക്കിവിടെ 50,760 ആണ് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ ഒരു ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫർണിച്ചർ വാങ്ങി, അതുകൂടാതെ ബാങ്ക് ചാർജസ് പേ ചെയ്തു, മെഷീനറിക്ക് പേ ചെയ്തു, സാലറി പേ ചെയ്തു. ഇവിടെ നമുക്ക് Alt R എന്ന് പറയുന്ന റെക്കൺസൈൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. Alt Rലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വന്നു? റെക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം വന്നു.
ആ റെക്കൺസിലിയേഷൻ്റെ ഭാഗത്തിൽ നമുക്ക് ബാലൻസ് ആസ് പെർ കമ്പനി ബുക്ക്, ബാലൻസ് ആസ് പെർ ബാങ്ക്, ബാലൻസ് ആസ് പെർ ബാങ്കിലൊന്നും വന്നിട്ടില്ല, താഴെ ഒരു ബാലൻസ് ആസ് പെർ ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കൂടെ പോവാം. നമുക്ക് ഇത് ടാലി പ്രൈമിൽ ഉള്ള ഒരു സ്ക്രീനായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ റെക്കൺസിലിയേഷനിലേക്ക് വരാം. അത് കൂടാതെ പിന്നെ എങ്ങനെയാണ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ബാങ്കിങ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ബാങ്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ HDFC ബാങ്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട അതേ സ്ക്രീൻ ഇവിടെ ലഭ്യമാവും. ഓക്കെ, അപ്പോൾ ഇത് ടാലി പ്രൈമിലാണ് നമ്മളിത് കാണുന്നത്. അതേപോലെ തന്നെ ടാലി ERP9 ഇതെങ്ങനെയാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ എടുക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഷോർട്ട്കട്ട് കീ ഫോർ ബാങ്ക് റെക്കൺസിലിയേഷൻ ഇൻ ടാലി ERP9. ERP9 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്കിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ F2 പ്രസ് ചെയ്ത് ഏത് കീ ആണ് റെക്കൺസിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ഡേറ്റ് തൊട്ട് ഏതൊക്കെ ഡേറ്റ് വരെയാണെന്നുള്ളത് പറയുക. ദെൻ പ്രസ് F5 റെക്കൺസിൽ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അതെങ്ങനെയാണ് നമ്മൾ ടാലി ERP9 ടാലി ERP9 ഡിസ്പ്ലേ, നേരെ ഡിസ്പ്ലേയിലേക്ക് വന്നു. ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്ക് എടുത്തു, ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എടുത്തു. അവിടെ ബാങ്ക് അക്കൗണ്ട് കാണാം. ആ ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ HDFC ബാങ്ക് എന്നുള്ളത് കാണാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിലിലെ ആ ട്രാൻസാക്ഷൻ കാണാം. നമുക്കിവിടെ വേണമെങ്കിൽ F2 പ്രസ് ചെയ്തിട്ട് അവിടെ പീരീഡ് ചേഞ്ച് ചെയ്യാം. ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ എവിടെ വരും, നമ്മൾ ബാങ്ക് റെക്കൺസിലിയേഷൻ അല്ലെങ്കിൽ ബാങ്ക് റെക്കൺസിലിയേഷൻ്റെ ലെഡ്ജറിലേക്ക് വരും. ഇവിടെ നമുക്ക് F5 എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, കണ്ടോ? F5 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ 1-ാം തീയതി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ആ 1-ാം തീയതി തന്നെയാണ് അവിടെ ബാങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 1 ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ എമൗണ്ട് മാറും, ബാലൻസ് ആസ് പെർ ബാങ്ക്. കണ്ടോ? ഫർണിച്ചർ 1-ാം തീയതിയാണ് കൊടുത്തത്, 2-ാം തീയതിയാണ് അതിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൽ നിന്ന് പോയെന്നുണ്ടെങ്കിൽ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ട് അവിടെ വരും. ബാങ്ക് ചാർജസ് 1-ാം തീയതി തന്നെയാണ്, ഇൻട്രസ്റ്റ് 1-ാം തീയതി തന്നെയാണ്, മിഷനറി 2-ാം തീയതിയാണ്, സാലറി 2-ാം തീയതിയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഡേറ്റും ബാങ്ക് ഡേറ്റും എന്നാണ് ബാങ്കിൽ നിന്ന് ക്ലിയർ ചെയ്തതെന്ന് പോയത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ആസ് പെർ കമ്പനി ബുക്കിലും ഒരേ എമൗണ്ട് ആയിരിക്കും, ബാലൻസ് ആസ് പെർ ബാങ്ക് പ്രകാരവും ഒരേ എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ 18,530 കണ്ടോ? അപ്പം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരവും നമ്മുടെ കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരവും സെയിം എന്നുള്ള രീതിയിൽ നമുക്കറിയാൻ പറ്റും. ഇനി ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അവിടെ ബാങ്ക് റെക്കൺസിലേഷൻ കഴിഞ്ഞു. വീണ്ടും F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം ബാലൻസ് ആസ് പെർ കമ്പനി ബുക്കിലും ബാലൻസ് ആസ് പെർ ബാങ്കിലും എന്താണ്, സെയിം എമൗണ്ട് തന്നെയായിട്ട് വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. ഗേറ്റ് വേ ഓഫ് ടാലി വന്നിട്ട് ഇവിടെ ബാങ്കിങ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെയാണ്. ബാങ്ക് റെക്കൺസിലേഷൻ ഉണ്ട്, HDFC ബാങ്ക് കാണും. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അത് ക്ലിയർ ചെയ്തേക്കുന്ന ഡേറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പം ഫസ്റ്റ് ഏപ്രിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും സെയിം ക്ലിയർ ആക്കുന്ന കാണാൻ പറ്റും. ഇതാണ് ടാലി ERP9 ബാങ്ക് റെക്കൺസിലേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പം നമ്മളിപ്പം ഓൾറെഡി ടാലി പ്രൈമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവിടെയും കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഇപ്പം ടാലി പ്രൈമിൽ എങ്ങനെയാണ്, നേരെ ഗേറ്റ് വേ ഓഫ് ടാലി ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക്, അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഡേറ്റ് മാറ്റി ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. Alt+R എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ ആണ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്. അവിടെ Alt+R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കോളം വരും. അവിടെ നമ്മൾ ഡേറ്റ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ബാങ്ക് റെക്കൺസിലിയേഷൻ പ്രിപ്പയർ ആവും. അപ്പം ബാങ്ക് റെക്കൺസിലിയേഷൻ ടാലിയിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ടാലി പ്രൈമിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി വന്നു, ബാങ്കിങ് എടുത്തു, ബാങ്കിങ്ങിൽ നിന്ന് ബാങ്ക് റെക്കൺസിലേഷൻ എടുത്തു, HDFC ബാങ്ക് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പം അവിടെ ഡേറ്റുകളെല്ലാം വരും. ഇവിടെ ഫസ്റ്റ് ഏപ്രിൽ അവിടെ സെക്കൻഡ് ഏപ്രിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് അക്സെപ്റ്റ് ആവും. ഇതാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടാലി പ്രൈമിലും ടാലി ERP9 ബാങ്ക് റെക്കൺസിലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അതിനുള്ള ആൻസേഴ്സ് ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ലേൺ ടാലി സോഫ്റ്റ്വെയർ ഇൻ സിമ്പിൾ മെത്തേഡ്.